ചേച്ചി ഒരു കാര്യം അറിഞ്ഞാ ചേച്ചി, നമ്മുടെ കരുണാകരന്റെ മകളെ ഒരുത്തന്റെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയത് അറിഞ്ഞില്ലേ ചേച്ചി? കരുണാകരന്റെ മകള് ഒരുത്തന്റെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയി. അപ്പൊ അത് ചേച്ചി അറിഞ്ഞില്ലേ? ചേച്ചി, ഞാൻ പറയുന്നതേ പരദൂഷണമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ, ആ കരുണാകരന്റെ മകളെ ഏതോ ഹോട്ടലിൽ വെച്ച് പിടിച്ചെന്നോ, എന്നിട്ട് അവരെല്ലാരും കൂടി കല്യാണം കഴിപ്പിച്ച് വിട്ടെന്നോ എന്തൊക്കെയാണ് പറയുന്നത്. ആരോടും പറയാനൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. കല്യാണം കഴിച്ചത് നന്നായി, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതവും പോയി. ആൾക്കാർ വായിട്ട് അങ്ങനെ പരദൂഷണം തോന്നിയപ്പോൾ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി അതിനാരും കല്യാണം കഴിക്കില്ലായിരുന്നു. ഏതായാലും അത് നല്ല കാര്യമാണ്. ആ നരകത്തിൽ ആ ചെയ്തിട്ട പരിപാടി. ഇപ്പൊ സ്ത്രീധനം കൊടുക്കാൻ സ്വർണ്ണത്തിന് ഭയങ്കര വിലയാണ്. ഇനി സ്വർണ്ണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി വല്ല സ്ഥലമോ വല്ല കാശൊക്കെ കൊടുത്താൽ മതി, ഉള്ളത് കൊടുത്താൽ മതി. ഇതൊക്കെ നേരത്തെ അറിയാവുന്നതാണ്. കല്യാണത്തിന് നടക്കുകയും അവിടെ ഇവിടെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പല വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാരോട് ആരോടും ഞാൻ പറയാനും പോയില്ല, പലതീക്ഷവും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഏതായാലും ആ ചെക്കൻ കിട്ടിയത് നല്ല ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ വേറൊരു ചെക്കൻ ഇതിയും തല്ലിയായിരുന്നു. സംശയവും അന്ധവിശ്വാസവും കുടുംബവും കളയും. കൊച്ചുങ്ങളുണ്ടെങ്കിൽ അതിലും വലുതായാണ്. എന്നാലും അത് നന്നാകാര്യം. ഞാനിങ്ങനെ പല ആൾക്കാരെ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആരോടും പരദൂഷണം പറഞ്ഞ് ഞാനൊന്നും പറയാൻ പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ജീവിതം ഫലവും അത് കാരണം ഞാൻ ആരുടെ പോയത് കണ്ടത് ഞാൻ മുതലാളി വന്നി ഇല്ലെങ്കിലും കശീരില്ല. ഇല്ല ചേച്ചി, ചേച്ചി പരദൂഷണം പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോളാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി എന്നെ ശരിയാക്കും.